ഹലോ ഫ്രണ്ട്സ്, ഞാനിതാ കുറച്ച് നിലക്കടല എടുത്ത് നല്ലോണം ഒന്നും കൂടി വറുത്തു, എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതാ ഇപ്പം നിലക്കടല വെച്ചിട്ടാണ് ഞാൻ ഇന്നൊരു സ്വീറ്റ്സ് റെസിപ്പി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 പാക്കറ്റ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. 2 പാക്കറ്റ് ഇത് ഇങ്ങനെയുള്ളൊരു ചെറിയ കവർ വാങ്ങാൻ കിട്ടൂലേ, ഇതാ ഇതേപോലത്തെ 2 കവറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഡെസിക്കേറ്റ് കോക്കനട്ടില്ലേ, നമ്മളെ ഡെസിക്കേറ്റ് കോക്കനട്ട്, അത് ഞാൻ തന്നെ ആക്കിയതാണ്. എന്നിട്ട് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് പാന് വെക്കാം. ഗ്യാസ് കത്തിച്ച് പാന് വെച്ച് അപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ വെല്ലം ഉരുക്കി അരിച്ച് വെച്ചത് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് നെയ്യും വേണം, അത് പറയാൻ വിട്ടുപോയി. നെയ്യും എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം എടുത്താൽ കുറച്ച് ദൂരെയായി പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം മറന്നു പോകും. പിന്നെ കുറച്ചൊന്ന് അധികം നൂൽപ്പരുവാണ്ട, എന്നാലും കുറച്ചാവണം. അന്നേരം വേണം നമുക്ക് നിലക്കടല ക്രഷ് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതൊന്നായി വരട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നൂൽപ്പരുവായോ നോക്കാം. നല്ല നൂൽപ്പരുവാകുന്നില്ലെങ്കിൽ ഒന്ന് കുറച്ചൊന്നാവണം. നോക്കട്ടെ. ഏകദേശം ആയിപ്പോയി. ഇതാ ലേശം കൂടി ഒന്നായാൽ മതി, അപ്പോൾ റെഡിയായി. നേരെ നമുക്ക് കടലേൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം നമ്മളെ കടലേന. കുറച്ചൊന്നിത് കുറുകി റെഡിയായി വരുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം അതിൻ്റെ അകത്ത്. ഇപ്പം നല്ല വരണ്ടിപ്പം വരും നമ്മളെ കടല അതിൻ്റെ അകത്ത്. ആ സമയത്ത് വേണം നമുക്ക് നമ്മുടെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാൻ. അപ്പം ഞാൻ ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാ നെയ്യ് ഒഴിക്കുന്നുണ്ട്, കണ്ടല്ലോ. പിന്നെ കുറച്ച് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഞാനിവിടെ പൊടിച്ച് വെച്ച ഏലക്കായൻ്റെ പൊടിയുണ്ട്, അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച്. അപ്പോൾ അതൊന്ന് ഞാനിട്ട് കൊടുത്തു. അപ്പോൾ ഇതാ കുറുകി വരുന്നുണ്ട് നമ്മളെ പരിപാടികളെല്ലാം. അപ്പോൾ ഞാൻ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് കുറേശ്ശെയായിട്ട്. എല്ലാം കൂടി ഞാൻ ഇളക്കി കൊടുക്കട്ടെ. എന്നിട്ട് പാൽപ്പൊടിയും കൂടി ഇട്ടിട്ട് കട്ടപ്പിടിക്കാണ്ട് നമുക്ക് നോക്കണം. അടിപൊളിയായിട്ട് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പണി പാളും. ഇപ്പം എല്ലാം ഞാൻ ഇളക്കി ചേർത്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഡെസിക്കേറ്റ് കോക്കനട്ടും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏകദേശമായി വരുന്നുണ്ട്. കണ്ടല്ലോ.
കുറുകി 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 വന്നത്. അടിപൊളി സീഡ്സ് അല്ലേ. ഇതിന് വരണ്ട് വരണം ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതാ ഞാൻ ഈ കോക്കനട്ടും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ചേർത്തു. ഇപ്പം എല്ലാം കൂടി മിക്സ് ചെയ്യട്ടെ. കണ്ടോ, എല്ലാം കൂടിയായി. ഇത് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. എല്ലാം നല്ല അടിപൊളിയായിട്ട് എടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ. അപ്പോൾ ഇതാ ഗൈസ്, ഇതായിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫാക്കുന്നതാണ്. ഇനി നമുക്കിത് ഓരോ ഷേപ്പിലാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് വാങ്ങി വെക്കട്ടെ. അപ്പോൾ ഇതാ ഗൈസ്, ഞാൻ ഇതിൽ നിന്ന് കുറച്ച് കോരിയെടുത്ത് നമുക്കിത് ഈ മൂടിയിലിട്ടിട്ട് ഇതിൻ്റെ ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. കണ്ട, ഇതേപോലെ ആക്കിയിട്ട് നമുക്കിതെല്ലാം എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വെച്ചു. കണ്ട, നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇത് ഉറച്ച് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും. കണ്ട, ഇതാണ് പരിപാടി. വെള്ളം ചൂടോടെ തന്നെ നമുക്കിതിനെ ഇതേപോലെ ആക്കിയിട്ട് എല്ലാം എടുക്കാം. അപ്പോൾ ഞാനെല്ലാം ആക്കി എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, ഞാനെല്ലാം ഈ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? കണ്ട, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കിക്കോ. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ വീണ്ടും ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടിനെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ. എന്നിട്ട് അതിനനുസരിച്ച് കമൻ്റ് ഇടണം. എല്ലാവരും എന്നിട്ട് ഇത് ഉണ്ടാക്കി നോക്കി. ഇതേപോലെ ഞാൻ ഇതിൻ്റെ എല്ലാ റെസിപ്പിയും ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് തരൂ. അപ്പോൾ ഓക്കേ, അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.